ഹിമവാന്റെ വിരിമാറിൽ പാർവതി ദേവിയോടൊപ്പം വസിക്കുന്ന കൈലാസനാഥൻ ശിവൻ. ത്യാഗത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് ശിവൻ. ലോകത്തിന്റെ ക്ഷേമത്തിനായി ഗംഗയെ തന്റെ ജടയിൽ സ്വീകരിച്ചവനും ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് സ്നേഹത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകിയവനുമാണ് മഹാദേവൻ. ശിവന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സത്യം, കാരുണ്യം, അറിവ്, ലാളിത്യം എന്നീ മഹത്തായ മൂല്യങ്ങളാണ്. ഭക്തിയുടെ കുളിർമയും യുക്തിയുടെ പ്രകാശവും ഒരുമിച്ച് ജീവിതത്തെ നയിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയത വളരുന്നത്. അതുകൊണ്ട് ശിവനെ ആരാധിക്കുന്നത് പൂജകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതാണ് യഥാർത്ഥ ശിവഭക്തി. സ്നേഹവും സഹാനുഭൂതിയും വിനയവും കൊണ്ട് ജീവിക്കുമ്പോൾ ഓരോ ഹൃദയവും ഓരോ കൈലാസമായി മാറും. എല്ലാവർക്കും ശിവകൃപയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹിമവൽ വിരിമാറിൽ പാർവതി ചാരത്തു നീ ഗംഗയെ മൂടിക്കുള്ളിൽ ഒളിപ്പിച്ചവനല്ലേ. ഹിമവൽ വിരിമാറിൽ പാർവതി ചാരത്തു നീ ഗംഗയെ മൂടിക്കുള്ളിൽ ഒളിപ്പിച്ചവനല്ലേ. സതിതൻ വിയോഗത്തിൽ രുദ്രനായി ജ്വലിച്ചവൻ സ്നേഹാധിപതിയായ കൈലാസനാഥനിന്ന്. ഹിമവൽ വിരിമാറിൽ പാർവതി ചാരത്തു നീ ഗംഗയെ മൂടിക്കുള്ളിൽ ഒളിപ്പിച്ചവനല്ലേ. ദിവ്യമാം സൂര്യൻ തൻ പൊൻകിരണത്താലേ കൈലാസമാസമാകെ പുണ്യതേജസായി സത്യവും കാരുണ്യമറിവും ലാളിത്യവും ഭക്തിതൻ കുളിർമയും യുക്തിതൻ പ്രകാശവും. ഹിമവൽ വിരിമാറിൽ പാർവതി ചാരത്തു നീ ഗംഗയെ മൂടിക്കുള്ളിൽ ഒളിപ്പിച്ചവനല്ലേ. സതിതൻ വിയോഗത്തിൽ രുദ്രനായി ജ്വലിച്ചവൻ സ്നേഹാധിപതിയായ കൈലാസനാഥനിന്ന്. ഓതിടും ത്രിവേണിയായി ചേരുന്നു നളന്തയിൽ ജ്ഞാനവും ഭക്തിയും കർമ്മവും സംഗമിക്കുന്നയിടം. പഞ്ചാക്ഷരമന്ത്രത്തിൻ അമൃതതാര പെയ്തിടും ഭക്തന്റെ ഹൃദയത്തിലും കൈലാസം വിരിഞ്ഞിടും. പഞ്ചാക്ഷരമന്ത്രത്തിൽ അമൃതധാര പെയ്തിടും ഭക്തന്റെ ഹൃദയത്തിൽ കൈലാസം വിരിഞ്ഞിടും. ഹിമവൽ വിരിമാറിൽ പാർവതി ചാരത്തു നീ ഗംഗയെ മൂടിക്കുള്ളിൽ ഒളിപ്പിച്ചവനല്ലേ. സതിതൻ വിയോഗത്തിൽ രുദ്രനായി ജ്വലിച്ചവൻ സ്നേഹാധിപതിയായ കൈലാസനാഥനിന്ന്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം